ചിക്കു എന്ന കണ്ണുകാണാത്ത പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നതാണ് ശ്രീകുമാർ. ശ്രീയേട്ടൻ എന്ന് അവൾ വിളിച്ചിരുന്ന ശ്രീകുമാർ അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഒരു ഗതിയുമില്ലാത്ത അവൻ അവളുടെ മുമ്പിൽ ഭയങ്കര പണക്കാരനാണ്. ഒരു കണക്കിന് അവൻ അവന്റെ കടുക്കൻ ഊരുവിറ്റ് പൊട്ടിയ വീണക്കമ്പികളുമായി അവളുടെ വീട്ടിലേക്ക് എത്തുന്നു. പക്ഷേ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും വീണ റൗഡിയായ ഏട്ടൻ വിറ്റിരുന്നു. അവൻ വീണക്കമ്പികളുമായി അവളുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ അവൾ പറയുന്നു, ഇനി ഇതിന്റെ ആവശ്യമില്ല ശ്രീയേട്ട, വീണ എന്റെ ഏട്ടൻ കൊണ്ടുപോയി വിറ്റു എന്ന്. അവൾക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ചോദിക്കുന്നു, അതുപോട്ടെ, വീണ നമ്മൾക്ക് പിന്നീടും ഉണ്ടാക്കാമല്ലോ. ചിക്കുവിന് കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയാൽ ആരെയാണ് ആദ്യം കാണാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് അവൻ പല കാര്യങ്ങളും അവളോട് ചോദിക്കുന്നു. ആകാശമാണോ, കടലാണോ, അമ്പലമാണോ, അങ്ങനെയെല്ലാം. പക്ഷെ അവൾ പറയുന്നു, എനിക്ക് എന്റെ കാഴ്ച തിരിച്ചു കിട്ടിയാൽ ആദ്യം തന്നെ ശ്രീയേട്ടന്റെ മുഖമാണ് കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന്. അങ്ങനെ അവൻ സന്തോഷത്തോടുകൂടെ അവിടെ നിൽക്കുന്നു. അപ്പോൾ അവളോട് പറയുന്നു, നമ്മൾക്ക് കണ്ണാശുപത്രിയിൽ പോയി കണ്ണ് ടെസ്റ്റ് ചെയ്യാം, എന്താണ് ബുദ്ധിമുട്ട് എന്ന് നമുക്ക് നോക്കാമെന്ന്. അങ്ങനെ അവർ രണ്ടാളും കൂടെ ഒരു കണ്ണാശുപത്രിയിൽ ഡോക്ടറെ കാണുന്നു. അവിടെ വെച്ച് ആ ഡോക്ടർ പറയുന്നു, അവൾക്ക് കണ്ണിന് ബുദ്ധിമുട്ടുന്നു ഒന്നും തന്നെയില്ല, ഒരു ഓപ്പറേഷൻ കൊണ്ട് അവളുടെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടാവുന്നതേ ഉള്ളൂ എന്ന്. പക്ഷേ 5000 രൂപ വേണം എന്ന് ആ ഡോക്ടർ പറയുമ്പോൾ ശ്രീ ആ പൈസയ്ക്ക് എന്ത് ചെയ്യുമെന്നറിയാതെ അന്തം വിട്ട് നിൽക്കുന്നു. അവളുടെ മുമ്പിൽ ഭയങ്കര പണക്കാരനാണല്ലോ അവൻ. അതുകൊണ്ട് തന്നെ ആ പൈസ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി അവളുടെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു പിടിക്കണം അവന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ അവൻ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുടിയനായ ആൾ സ്വബോധമില്ലാതെ തന്നെ അവന്റെ മുമ്പിൽ വീണ്ടും എത്തുന്നു. സ്വബോധം ഇല്ലാതാവുമ്പോൾ മാത്രമാണ് അയാൾക്ക് അവനെ ഓർമ്മ വരുന്നത്. അങ്ങനെ അവനെ പിടിച്ചു വലിച്ച് നിർത്തി സംസാരിക്കുമ്പോൾ ശ്രീ പറയുന്നു, എനിക്ക് കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ട്, അത് തരുമോ എന്ന്. അയാൾ അപ്പോൾ പറയുന്നു, അളിയനെ എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാമല്ലോ, എന്റെ കൂടെ പോരൂ എന്ന്. അങ്ങനെ അവനെ കാറിൽ കയറ്റി സ്വബോധമില്ലാതെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി അലമാര തുറന്ന് ഒരു കെട്ട് നോട്ട് അവന്റെ കയ്യിൽ എടുത്തു കൊടുക്കുന്നു. പക്ഷേ അതെല്ലാം കണ്ട് പുറത്ത് 2 കള്ളന്മാർ നിൽപ്പുണ്ടായിരുന്നു. അവർ രണ്ടും ഈ പൈസയ്ക്ക് വേണ്ടി പിടിവലി കൂടി കുടിയനായ അയാൾക്ക് പരിക്കേൽക്കുന്നു. അപ്പോഴേക്കും അവന്റെ ഭാര്യ വന്ന് ശ്രീകുമാറിനെ മാത്രം പിടിച്ചു വെക്കുന്നു. കള്ളന്മാർ ഓടി രക്ഷപ്പെടുകയും ശ്രീയാണ് അയാളെ ഉപദ്രവിച്ചതെന്ന് എല്ലാവരും കരുതുന്നു. പോലീസിന്റെ കണ്ണുവെടിക്കണക്കിന് അവിടെ നിന്നും ഓടി ആ പൈസയുമായി ചിക്കുവിന്റെ അടുത്തെത്തുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ 3-4 ദിവസം ഇവിടെ ഉണ്ടാവില്ല, കണ്ണാശുപത്രിയിൽ പോയി കണ്ണിന്റെ ഓപ്പറേഷൻ നടത്തണം, അപ്പോഴേക്കും ഞാൻ എത്തിക്കോളാം എന്ന. രാത്രി തന്നെ അവൻ തിരിച്ചു ഓടുന്നു. പിന്നീട് കാണിക്കുന്നത് അവളുടെ കണ്ണോപ്പറേഷൻ കഴിഞ്ഞ് കണ്ണ് കെട്ടി ഹോസ്പിറ്റലിൽ കിടക്കുന്നതാണ്. അവൾക്ക് കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടുമോ? തിരിച്ചു കിട്ടിയാലും അവൾ തിരിച്ചറിയുമോ? അതറിയാൻ ഒന്ന് സബ് ചെയ്തേക്കണേ.